ഹലോ മച്ചാമാരെ, വെൽക്കം ടു സിനിവാപ്പ്. ഹാരി പോട്ടർ നമ്മളൊരു 100 തവണ കണ്ടിട്ടുണ്ടെങ്കിലും കാണാതെ പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ഡീറ്റെയിലുകളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ചേംബർ ഓഫ് സീക്രട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു 10 കിടിലൻ ഡീറ്റെയിലുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബോഗിൻ ആൻഡ് ബോക്സ് എന്ന ക്രീപ്പി കടയിൽ നിന്ന് തുടങ്ങാം. ആരും അറിയാതെ ചെന്നപ്പെടുന്ന സ്ഥലമാണ്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന കുറേ സാധനങ്ങൾ വെറുതെ അങ്ങ് വെച്ചേക്കുന്നതല്ല, അത് ആക്ച്വലി വരാനിരിക്കുന്ന സിനിമകളുടെ റെഫറൻസ് ആണ്. ഒന്ന്, ഹാരി പേടിച്ചൊളിക്കുന്ന ആ വലിയ അലമാരിയില്ലേ, അതൊരു വാനിഷിംഗ് ക്യാബിനറ്റ് ആണ്. 4 വർഷം കഴിഞ്ഞ് ഹാഫ് ബ്ലഡ് പ്രിൻസിൽ ഡെത്ത് ഹീറ്റേഴ്സിനെ ഹോഗ്വാർട്സിലേക്ക് കടത്താൻ മാൽഫോയ് ഉപയോഗിക്കുന്ന അതേ അലമാരിയാണിത്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം ജെ.കെ. റോളിംഗ് ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്, അവിടെ തന്നെ ഒരു ഗ്ലാസ് ബോക്സിൽ ഒരു നെക്ലസ് ഇരിപ്പുണ്ട്. ഇത് നമുക്ക് 6ാമത്തെ പാർട്ടി കാണുന്ന സെയിം നെക്ലസ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 6ാമത്തെ സിനിമയെ കുറിച്ചുള്ള വീഡിയോയിൽ സംസാരിക്കാം. 3, അവിടെ ഒരു ഉണങ്ങിയ കൈ ഇരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദ ഹാൻഡ് ഓഫ് ഗ്ലോറി എന്നാണ് അതിന് പറയുന്നത്. ഇരുട്ടത്ത് വെളിച്ചം കാണാൻ കറുത്ത മന്ത്രവാദികൾ അഥവാ ഡാർക്ക് വിസാർഡ്സ് ഉപയോഗിക്കുന്ന ഐറ്റമാണത്. ദ വീസ്ലീസ് ഫ്ലാഗ്. ഇനി നമുക്ക് റോണിന്റെ കാര്യത്തിലേക്ക് വരാം. ഹോഗ്വാർട്സിലെ കുട്ടികളുടെ യൂണിഫോം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സീനിൽ ഹാരിയുടെയും ഹെർമോണിയുടെയും ഒക്കെ കോട്ട് നല്ല ഫ്രഷ് ബ്ലാക്ക് കളറിലാണ്. പക്ഷെ റോണിന്റെ കോട്ട് മാത്രം എപ്പോഴും ഒരു മഞ്ഞ ഗ്രേ കളറാണ്. കാരണം റോൺ ഇടുന്നത് ചേട്ടന്മാർ ഉപയോഗിച്ചതിന് ശേഷമുള്ള പഴയ ഡ്രസ്സ് തന്നെയാണ്. കോസ്റ്റ്യൂം ടീം ചെയ്തൊരു കിടു വർക്കാണ്. അതുപോലെ അവരുടെ വീട്ടിലെ ക്ലോക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഫ്രെഡും ജോർജും എപ്പോഴും ഒരേ സൂചിയിലാണ് ഇരിക്കുന്നത്. അവർ എപ്പോഴും ഒരുമിച്ചാണ് എന്ന് ക്ലോക്കിൽ നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ലാസ്റ്റ് പടത്തിൽ അവർ ഒരുമിച്ചല്ല എന്ന് പറയുന്നത് ഓർക്കുമ്പോൾ തന്നെ വല്ലാണ്ട് സാഡ് ആവുന്ന ഒരു സീനാണ്. കാരണം നമ്മൾ കണ്ടുവന്ന എല്ലാ ഹാരി പോട്ടർ സീൻസിലും ഫ്രെഡും ജോർജും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത് ലാസ്റ്റ് പാർട്ട് വരെ. ഇപ്പോൾ അതിലൊരാൾ മരിച്ചു എന്ന് പറയുന്നതും ആക്ച്വലി അത് വളരെയധികം ദുഃഖിക്കുന്ന ഒരു കാര്യമാണ്. ഇനി കുറച്ച് ഹിഡൻ ക്ലൂസുകൾ നമുക്ക് നോക്കാം. ഹാരി ഹാഗ്രിഡിനെ കാണാൻ ചെല്ലുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ചത്ത കോഴികളെ കാണാം. എന്തിനാവും കോഴികളെ കൊന്നത് എന്നാലും ചിന്തിച്ചിട്ടുണ്ടോ? സംഗതി സിമ്പിളാണ്. ചേംബറിൽ ആ ഭീകരം പാമ്പിന് കോഴി കൂവുന്നത് കേട്ട ഭ്രാന്ത് പിടിക്കും. പാമ്പിനെ പുറത്തോട്ട് അവൾ ആദ്യം തന്നെ കോഴികളെയൊക്കെ തട്ടിക്കളഞ്ഞു. അതുപോലെ പടത്തിന്റെ തുടക്കത്തിൽ ഹാരിയുടെ റൂമിൽ ബാക്കിൽ 2 സോക്സ് ഇരിക്കുന്നത് കാണാം. അവസാനം ഹാരി ഒരു സോക്സ് കൊടുത്താണല്ലോ ഡോബിയെ രക്ഷിക്കുന്നത്. അതിനൊരു ഹിന്റ് ആയിരുന്നു തുടക്കത്തിൽ കണ്ട സോക്സ്. മാസ് ആൻഡ് മിസ്റ്റേക്സ്. ഇനി ഒരു മാസ് സീൻ പറയാം. ക്ലൈമാക്സിൽ ലൂസിയസ് മാൽഫോയ് ഹാരിയോട് പറയുന്നൊരു വാചകമുണ്ട്. Let us hope that Mr. Potter will always be around to save the day. Don't worry, I will be. എന്ന് പറയുന്ന ഡയലോഗ് സ്ക്രിപ്റ്റില്ലായിരുന്നു. ആ സീനിൽ ആ ഡയലോഗ് വളരെ നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ ഇംപ്രൂവൈസേഷൻ അല്ലേ? പക്ഷെ ഇതിനിടയിൽ ഒരു അബദ്ധവും പറ്റിയിട്ടുണ്ട്. ഹാരി മാൽഫോയും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ മാൽഫോയ് താഴെ വീഴുന്ന ഒരു സീനുണ്ട്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ ഒരു ക്യാമറമാൻ മുട്ടുകുത്തി നിന്ന് ഷൂട്ട് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. എഡിറ്റിങ്ങിൽ അവർക്ക് പറ്റിയൊരു ചെറിയ അബദ്ധമാണ്. വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. ശ്രദ്ധിച്ച് കാണില്ല. അവസാനമായി പടം കഴിഞ്ഞ് ക്രെഡിറ്റ്സ് ഒക്കെ കണ്ടിരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അവസാനം വരെ കണ്ട് ക്രെഡിറ്റ്സും കണ്ടിരുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു ബോണസ് ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഓർമ്മ മുഴുവൻ പോയ നമ്മുടെ ലോക്ക്ഹാർട്ടിന്റെ ഒരു ബുക്ക് കടയിലിരിക്കുന്നത് കാണാം. ബുക്കിന്റെ പേര് ഹു ആം ഐ, ഞാൻ ആരാണെന്ന്. സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത പുള്ളി എഴുതിയ ആത്മകഥ. പുള്ളിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പണിയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഒരു കണക്കിന് ഹാരി പോട്ടർ സീരീസിലെ ഏറ്റവും എളുപ്പം എടുത്തു തീർത്തൊരു സിനിമയാണ് ഈ സിനിമ. ആൻഡ് ഹാരി പോട്ടർ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിലെല്ലാം റിലീസായി തുടങ്ങിയപ്പോൾ തന്നെ സെക്കൻഡ് പാർട്ടിന്റെ വർക്കെല്ലാം തുടങ്ങിയിരുന്നു. ആൻഡ് ഒരുപാട് ഫാസ്റ്റായിട്ട് റഷ് ചെയ്തെടുത്തൊരു സിനിമയും കൂടാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതിൻ്റെതായ പോരായ്മകളും എന്നാൽ കുറെ ഡീറ്റെയിലുകളും ഒക്കെ നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റി. അത്രയും വലിയ പുസ്തകത്തിനെ അത്രയും ചെറിയ സിനിമയ്ക്ക് എടുക്കാൻ പറ്റി എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട ഹാരി പോട്ടർ സിനിമ ചേംബർ ഓഫ് സീക്രട്ടും പ്രിസണർ ഓഫ് അസ്കബാനുമാണ്. നിങ്ങൾ ഏത് സിനിമയാണ് ഹാരി പോട്ടർ സിനിമയിൽ ഏറ്റവും കൂടുതൽ കണ്ടതെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചേംബർ ഓഫ് സീക്രട്ടിലെ ചില രഹസ്യങ്ങൾ. ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.